Hello students, we are continuing the proof of triangle inequality corollary part A. Modulus of mod A minus mod B less than or equal to modulus of A minus B. We have two inequalities, mod A minus mod B less than or equal to modulus of A minus B and minus of modulus of A minus B less than or equal to mod A minus mod B. Combining 1 and 2, you can write minus of modulus of A minus B minus of modulus of A minus B 2 ആദ്യം എഴുതുക less than or equal to modulus of A minus modulus of B. ഇത് തന്നെയാണ് 1ലും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, modulus of A minus modulus of B. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂ ചെയ്യാം. less than or equal to modulus of A minus B. If we take modulus of A minus B, modulus of A minus B to be C, this is minus C, this is plus C, and the quantity in the middle is taken as A. In theorem 18 part C, the letters are small. Here also we have small letter A, so I change the notation to capital A. Only one condition in 18 subdivision C, the condition is that C greater than or equal to 0, and if രണ്ട് പാട്ടുണ്ട് minus C less than or equal to A less than or equal to C, then mod A less than or equal to C. And only condition ആണ്. ഇപ്പോൾ നമുക്ക് ആവശ്യം ഇതാണ് തന്നിരിക്കുന്നത്, ഇനിക്വാളിറ്റി. ഈ ഇനിക്വാളിറ്റി തന്നിരിക്കുന്നത് minus C less than or equal to A less than or equal to C implies modulus of A less than or equal to C. 1 and 2 ഇത് കിട്ടും, implies modulus of capital A less than or equal to C. അത് ഇവിടെയുള്ളതല്ല, modulus of capital A less than or equal to C എന്ന് നമ്മൾ 18C തിയറം ഉപയോഗിച്ച് പറയുന്നതാണ്, implies അതാണ്. ആ സിമ്പിളിലായിരുന്നെങ്കിൽ modulus of capital A less than or equal to C. modulus of capital A, mod A minus mod B എന്ന് നടുക്ക് കിടക്കുന്നതിൻ്റെ modulus, that is modulus of mod A minus mod B, modulus of mod A minus mod B. mod A minus mod B പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആകാം, മനസ്സിലായല്ലോ. രണ്ട് നമ്പേഴ്സിൻ്റെ മോഡുലസ് ആണ്. അതിൽ മോഡ് ചെറുതായി പോയാൽ അത് നെഗറ്റീവ് ആകാം, മോഡ് വലുതായാൽ അത് പോസിറ്റീവ് ആകാം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. എന്താ നമ്മുടെ സി? ഇത് മൈനസ് സി, ഇത് പ്ലസ് സി. സി പോസിറ്റീവ് അല്ലേ? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇംപ്ലൈസ് ദിസ് ബൈ 18C തിയറം 18C. തിയറം 18Cയിൽ എന്നാ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ക്യാപിറ്റൽ സി എന്ന് വിചാരിച്ചു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എ. മോഡുലസ് ഓഫ് എ നടുക്ക് മോഡുലസ് ഇല്ലായിരുന്നു, ഇട്ട് കൊടുക്കണം. ഇവിടെ മോഡുലസ് കിടക്കുന്നതുകൊണ്ട് സംശയം ഉണ്ടാവാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. Thus we get our required result, modulus of mod A minus mod B less than or equal to modulus of A minus B. അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ട റിസൾട്ടിലേക്ക് നമ്മൾ എത്തി. Then we have to prove part B of the theorem. പാർട്ട് ബി പ്രൂവ് ചെയ്യാൻ വേണ്ടി സബ്ഡിവിഷൻ ബി ഓഫ് ദ കൊറോളറി, കൊറോളറിയുടെ പാർട്ട് ബി പ്രൂവ് ചെയ്യാൻ അത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്രം ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്താ നമുക്ക് കിട്ടുക? മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി എന്നുള്ളതാണ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി. ഇനി നമുക്ക് എന്താ വേണ്ടേ? മോഡുലസ് ഓഫ് എ മൈനസ് ബിയെ പറ്റിയാണ് പറയേണ്ടത്. റീപ്ലേസിങ് ബി വിത്ത് മൈനസ് ബി. ഹിയർ വി റീപ്ലേസ്, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ആയി. റീപ്ലേസിങ് ഇപ്പൊ കാണുന്ന ബിക്ക് പകരം മൈനസ് ബി കൊടുത്തു നോക്കുക. നമ്മുടെ റിസൾട്ട് ആയി കഴിഞ്ഞു. ബി വിത്ത് മൈനസ് ബി എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എ. ബിക്ക് പകരം മൈനസ് ബി എഴുതിയ മോഡുലസ് ഓഫ് എ മൈനസ് ബി ലെഫ്റ്റ് സൈഡിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ? മോഡുലസ് ഓഫ് എ പ്ലസ് ബിക്ക് പകരം മൈനസ് ബി എഴുതണം, മോഡുലസ് ഓഫ് മൈനസ് ബി. ബട്ട് വി നോ ദാറ്റ് മോഡുലസ് ഓഫ് നെഗറ്റീവ് ഓഫ് എ നമ്പർ ഈസ് modulus of that number itself, that is modulus of a minus b less than or equal to modulus of a plus modulus of minus b mod b തന്നെ modulus of b, since modulus of minus b equal to modulus of
ബി. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഈ റിസൾട്ട്. അപ്പോൾ രണ്ടാമത്തെ ആയില്ലേ മോഡുലസ് ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി. ഇതിന്റെ നോട്ട്സ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ഇത്രയും മതി നോട്ട്സിൽ. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി നമ്മൾ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ റെഡ് അക്ഷരത്തിൽ റീസൺസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഉപയോഗിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ മൈനസ് മോഡ് ഈക്വൽ ടു മോഡ് എന്നുള്ള ഇവിടെ റിസൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഇക്വാലിറ്റിയെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിവിടെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. തിയറം 18C ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആണ് നമ്മൾ ഇതിൽ പലയിടത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 18C ഉപയോഗിച്ചിരിക്കുന്നതോ ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ റീസൺസും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നിടത്ത് പോസ് ചെയ്താൽ, ഇപ്പോൾ കിടക്കുന്നിടത്ത് പോസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ കൊറോളറി സ്റ്റേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊന്നും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, പഴയ നോട്ടിൽ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതിന്റെ മീനിങ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ലൈസ് ബിറ്റ്വീൻ മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി ആൻഡ് മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി ആൻഡ് മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി. എന്ന് വെച്ചാൽ ഇതിലും താഴ്ന്ന് മോഡുലസ് ഓഫ് എ മൈനസ് ബിക്ക് പോകാൻ സാധ്യതയില്ല. ഇത് കടന്നും പോകത്തില്ല. മോഡ് എ പ്ലസ് മോഡ് ബി കഴിഞ്ഞും മോഡുലസ് ഓഫ് എ മൈനസ് ബിയുടെ വാല്യൂ പോകത്തില്ല. ലൈസ് ബിറ്റ്വീൻ. ദെൻ ഗീവ് എ ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട് ഫോർ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാലും നമ്മളുടെ ഈ ഇനിക്വാളിറ്റീസിൽ കാണുന്ന മറ്റു രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് റിയൽ മോഡുലസ് ആണ്. ദേ ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട്, വിച്ച് ഇസ് എ ലോവർ ബൗണ്ട്, വിച്ച് ഇസ് അപ്പർ ബൗണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ അതാണ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ. ട്രയാങ്കിൾ ഇനിക്വാളിറ്റിയുടെ കൊറോളറി എന്ന് പോലും പറയാറില്ല, ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്ന് തന്നെ പറയുന്നത്. നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നത് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ പ്രോപ്പർട്ടീസ് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ സെറ്റ് ക്യാപിറ്റൽ എ ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതിന് എക്സ് എലമെന്റ് ഓഫ് ആർ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. എ ഓഫ് എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ്, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് 2x plus 3 ലെസ് ദാൻ 7. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. മോഡുലസ് ഓഫ് 2x plus 3 ലെസ് ദാൻ 7 ആകുന്ന എക്സുകളുടെ കളക്ഷനെയാണ് എ എന്ന് വിളിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. എ ആണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ട സെറ്റിന്റെ പേര്. എ ഈക്വൽ ടു ഫൈൻഡ് ദ സെറ്റ് എ. ടു ഫൈൻഡ് സെറ്റ് എ. ഏതാ സെറ്റ് എ? ഈക്വൽ ടു collection of real numbers x satisfying this condition such that modulus of 2x plus 3 less than 7. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിങ് എടുക്കുന്നു. അതിനെ നമുക്ക് മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് മാറ്റി എഴുതാവോ എന്ന് ചിന്തിക്കുന്നു. മോഡുലസ് ഓഫ് 2x plus 3 ലെസ് ദാൻ 7. മോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. തിയറം 18. അഗെയിൻ തിയറം 18. തിയറം 18 എന്നാ പറഞ്ഞേക്കുന്നത്? തിയറം 18 പാർട്ട് സി. പാർട്ട് സിയിൽ പറഞ്ഞേക്കുന്നത് എന്താ? മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ മൈനസ് സി ആൻഡ് സി. മൈനസ് സി ലെസ് ദാൻ എ ലൈസ് ബിറ്റ്വീൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ if c greater than or equal to 0, this is an if and only if condition. Here we have mod a less than c. ഈ ഫോമിലാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാനേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ വ്യത്യാസം വരും എന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ 18c നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്യുവാണ്. മോഡ് എ ലെസ് ദാൻ സി എന്നാണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് മൈനസ് സി ലെസ് ദാൻ എ ലെസ് ദാൻ സി. തിരിച്ചുകൊണ്ട് മൈനസ് സി ലെസ് ദാൻ എ ലെസ് ദാൻ സി ആണെങ്കിൽ മോഡ് എ ലെസ് ദാൻ സി എന്നുണ്ട്. ഇപ്പൊ നമുക്ക് മോഡ് എ ലെസ് ദാൻ സി തന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണെന്ന് എഴുതണ്ടേ? അതുകൊണ്ട് രണ്ട് പാർട്ടും ഉണ്ട്. നമ്മളൊരു പാർട്ട് ഇപ്പൊ എഴുതുന്നുള്ളൂ. നമ്മൾ എന്ത് എഴുതും? മോഡ് എ ലെസ് ദാൻ സി. ഇത് നമ്മുടെ മോഡ് എ ആണ്, ഇത് നമ്മുടെ സി ആണ് എന്ന് വിചാരിച്ച് എഴുതാം. അപ്പൊ മൈനസ് സി. ദിസ് ഇംപ്ലൈസ് മൈനസ് 7 ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് ഇവിടെയും കളഞ്ഞേക്ക്. ലെസ് ദാൻ ആ നമ്പറിന്റെ മോഡുലസ് വേണ്ട, നമ്പർ മതി. 2x plus 3 ലെസ് ദാൻ 7. ഈ നമ്പർ മോഡുലസ് 7 താഴെയാന്ന് പറഞ്ഞാൽ, ഈ നമ്പർ മോഡുലസ് സി താഴെയാന്ന് പറഞ്ഞാൽ എ മൈനസ് സിക്കും സിക്കും ഇടയാണ്. അപ്പൊ നമ്മൾ 2x plus 3 മൈനസ് 7
7 ഇടയ്ക്കാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം എഴുതണമെങ്കിൽ ഇതാണ് തിയറം 18C ആണ്. ഇനിക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് റിസൾട്ടിലും ലെസ് ദാനേ കൊടുക്കേണ്ടതുള്ളൂ. അതാണ് ഇത്ര എഴുതിയതിൻ്റെ കാരണം. ദെൻ ദാറ്റ് ഇംപ്ലൈസ് ഇനി എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. നമുക്ക് എക്സ് ആ വേണ്ടേ. അപ്പോൾ 3 ഇവിടെ വേണ്ട. ഈ 3 ഒരു പ്രശ്നമാണ്. ആ 3യെ എല്ലായിടത്തുനിന്നും സബ്ട്രാക്ട് ചെയ്യുക. -7 -3 ലെസ് ദാൻ 2x. ഇത്ര ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യം കൂടി ഇല്ല. 2x + 3 - 3 ലെസ് ദാൻ 7 - 3. അത് ഈ സ്റ്റെപ്പ് എഴുതാതെയും നിങ്ങൾ എഴുതും. 3 എല്ലായിടത്തുനിന്നും കുറച്ച് ഈ സ്റ്റെപ്പിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടും എഴുതാൻ നിങ്ങൾക്കറിയാം. -10 ലെസ് ദാൻ 2x ലെസ് ദാൻ 7 - 3 4 എന്ന് നിങ്ങൾ നേരെയും എഴുതും എന്ന് എനിക്കറിയാം. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതി എന്നേ ഉള്ളൂ. ദെൻ ഡിവൈഡിങ് ബൈ 2. നേരത്തെ പ്രോബ്ലംസ് ചെയ്തപ്പോൾ നമ്മളെല്ലാം ഓൾജിബ്രൈക് ഓർഡർ പ്രോപ്പർട്ടീസും എഴുതിക്കൊണ്ടൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം അത്രയും അത്യാവശ്യമില്ല. ഓൾജിബ്രൈക് ഓർഡർ പ്രോപ്പർട്ടീസ് നമുക്ക് പണ്ട് മുതലേ ഉപയോഗിച്ച് പരിചയമുള്ളതാണ്. ആ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈയിങ് ദ ഓൾജിബ്രൈക് ആൻഡ് ഓർഡർ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർട്ടീസ് എല്ലാം സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് എഴുതി. ഇപ്പം ഇനി സ്റ്റേറ്റ് ചെയ്യണ നിർബന്ധമില്ല. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/2 ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാം. അത്രയൊന്നും എഴുതണ്ട. നിങ്ങൾ 2 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് കാണിച്ചാൽ മതി. -10 ഡിവൈഡഡ് ബൈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4/2. അത്ര എഴുതണമെന്നില്ല. ഡിവിഷൻ കഴിഞ്ഞുള്ള റിസൾട്ട് എഴുതിയാലും മതി. -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് എഴുതാം. അപ്പോൾ എയിലുള്ള കണ്ടീഷൻ ഇങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇതിനർത്ഥം എന്താ? That means A equal to set of all x element of R. അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷന് പകരം ഇത് എഴുതാം. -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. -5നും 2നും ഇടയ്ക്കുള്ള എക്സ്ക്ലൂഡ് -5 ആൻഡ് 2 റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് A എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു -5നും 2നും ഇടയ്ക്ക്. ഇപ്പോൾ റിയൽ ലൈനിൽ വരയ്ക്കുകയാണെങ്കിൽ 0 -5 ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഇതാണ് എന്നൊക്കെ ഏകദേശം പറയേണ്ടി വരും. -5നും 2നും ഇടയ്ക്കുള്ള അപ്പോൾ ഈ ഭാഗമില്ല ഈ ഭാഗമില്ല ഇതേ ഉള്ളൂ. -5നും 2നും ഇടയ്ക്കുള്ള. -5ഉം 2 ഇല്ല എന്ന് പറയാൻ നമുക്ക് ഓപ്പൺ ഇൻട്രോൽ ഉപയോഗിക്കാം. ഓപ്പൺ ഇൻട്രോൽ -5 2 എന്ന് വേണമെങ്കിൽ എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ എഴുതി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറേയും കൂടെ നല്ലതാണ് ഇങ്ങനെ എഴുതാമെങ്കിൽ. ഇതുണ്ടല്ലോ ഇവിടെ ആൻസർ. അപ്പോൾ അല്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -5 ഓപ്പൺ ഇൻട്രോൽ -5 2. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. We move to the second question. Determine the set B equal to set of all x element of R such that modulus of x minus 1 less than modulus of x. This problem can be solved in 2 different ways. First I can explain the simplest way. എനിക്ക് സിമ്പിൾ ആണെന്ന് തോന്നിയത് ഇതാണ്. അതാദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. A less than B implies A square less than B square. So we can write modulus of x minus 1 square less than modulus of x square. And you know that modulus of a square means a square. X minus 1 square implies x minus 1 square less than x square. Then you can write x square minus 2x plus 1 less than x square. Or that implies x square cancels. -2x plus 1 is less than 0 എന്ന് പറയാം. Implies -2x is less than -1. Or that implies x is less than. Multiplying both sides by -1, inequality is reversed. Minus sign കൊണ്ട് multiply ചെയ്താൽ. Therefore 2x is greater than 1, or that implies x greater than 1/2. X greater than 1/2. Taking the condition that is equivalent to x minus 1 mod x minus 1 less than mod x is equivalent to x greater than 1/2. Therefore B equal to set of all x element of R such that x greater than 1/2. And you can write that set as open interval 1/2നേക്കാൾ വലുത് 1/2 ഇൻഫിനിറ്റി ഇങ്ങനെ എഴുതാം. അപ്പോൾ മറ്റൊരു തരത്തിൽ ഇത് സോൾവ് ചെയ്യാതെ പിന്നീട് കാണാം.